നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദൂരദർശൻ ടിവിയിൽ ഡം ആൻഡ് ഡെഫിൽ കാണിക്കുന്ന ആക്ഷൻസ് ആണ് ഈ ടോണി എന്ന് പറയുന്ന ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് ഞായറാഴ്ച നിങ്ങൾ ദൂരദർശൻ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഡം ആൻഡ് ഡെഫിൽ കാണിക്കുന്ന ഒരു ആക്ഷനാണ്. നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ, 38 വയസ്സ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രധാന വാർത്തകൾ. ചിക്കൻ ഗുനിയെ കുറിച്ച് പഠിക്കാൻ വന്ന 3 അംഗ വിദഗ്ധ സംഘം ഇന്നലെ ഡൽഹിക്ക് മടങ്ങിപ്പോയി. 3ന്റെയും ശവസംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ നടക്കും. കൂടുതൽ വാർത്തകൾ, ക്ഷമിക്കണം, കൂടുതൽ വാർത്തകൾ വിശദമായി. കേരളം 3 പുതിയ യുദ്ധവിമാനങ്ങൾ പരീക്ഷണ പറക്കൽ നടത്തി. 1 എയിലും 2 സിയിലും 3 ബിയിലും പഠിക്കുന്ന കുട്ടികളാണ് ബുക്കിൽ നിന്ന് പേപ്പർ കീറി പരീക്ഷണ പറക്കൽ നടത്തിയത്. ആളപായം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി സ്പോർട്സ് വാർത്തകൾ. ബീജിംഗിൽ നടന്ന ഒളിമ്പിക്സിൽ മത്സരത്തിൽ PT ബിനുവിന് സ്വർണം ലഭിച്ചു. കിട്ടിയ സ്വർണം ഉടമസ്ഥനെ ഏൽപ്പിച്ചാണ് ബിനു ട്രാക്കിൽ നിന്ന് കിട്ടിയ സ്വർണ്ണരംഗം ജപ്പാൻ താരം ഇതിന്റെ 1 ഗ്രാമത്തിൽ പൊതിഞ്ഞ അരഞ്ഞാണമാണ് തിരിച്ചു കൊടുത്തത്. ജാവലിൻ ത്രോ, ഇന്ത്യക്ക് സ്വർണം നഷ്ടപ്പെട്ടു, റഫറിക്ക് കണ്ടു. ബോക്സിംഗിൽ വളരെ ത്വരിതമായി ലഭിച്ച ഇന്ത്യക്ക് ആദ്യത്തെ സ്ഥാനം ചൈനയ്ക്കും, 2ാമത്തെ സ്ഥാനം ജപ്പാനും, 3ാമത്തെ സ്ഥാനം കൊറിയയ്ക്കും ഇന്ത്യക്ക് നല്ല ഇടിയും കിട്ടി. ഇനി ഒരു വാർത്തയുടെ സ്പെഷ്യൽ എഡിഷൻ ഫ്ലാഷ് ബാക്കിൽ പോകുന്നു. പണ്ട് ഇവിടെ നടന്ന ക്രിക്കറ്റിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് തോറ്റ മതികരപ്പള്ളിയുടെ ക്യാപ്റ്റൻ ശ്രീമാൻ ശശികുമാറിനെ വിളിച്ചു കൊടുക്കുന്നു. നമസ്കാരം. ഈ വാർത്താ സംഘത്തിൽ വന്ന ശശികുമാറിന് സ്വാഗതം ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ തോൽവിനെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി മിസ്റ്റർ ശശികുമാറിനെ 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ധീരമായ തോൽവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു താർക്കികമായ അവലോകനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രകടനവാദികളും വിധിക്രിയാവാദികളും തമ്മിലുള്ള അകൽച്ച, അവർ തമ്മിലുള്ള അന്തർധാര സജീവമായി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടാണ് സംസ്കൃതത്തിൽ നമ്മുടെ ശശികുമാർ പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടി ലഘുവാക്കി ഒന്ന് പറയാമോ? കുറച്ചുകൂടി ലഘുവാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസം കോളനിസമില്ലേ അത് റാഡിക്കലായിട്ട് മാറ്റില്ല. പിന്നെയും വളരെ ലഘുവായിട്ടാണ് നമ്മുടെ ശശികുമാർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടി കുറച്ചുകൂടി ലഘുവാക്കി പറയണേ. കുറച്ചും കൂടെ ലഘുവായ അത് ഒത്തിരി ലഘുവായി പോകും. എന്നാലും ഞാൻ പറയാം, ശരി കളിക്കാൻ വളരെ ശരിയാണ്. നമുക്ക് ക്രിക്കറ്റിൽ നിന്ന് അടുത്ത ഇപ്പൊ കിട്ടിയ വാർത്ത, ശാന്തരാത്രി എന്ന പരിപാടി ക്രിസ്മസ് നൈറ്റിൽ നടന്ന ഒരു ചെറിയ ഇടവേളയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ക്യാമറാമാൻ ബിജു നമ്മുടെ കൂടെയുണ്ട്. ബിജു കേൾക്കാമോ? ബിജു ഇല്ല. നമ്മൾ തിരുവനന്തപുരം ബസ് സ്റ്റോപ്പിൽ ഒരു ബുക്ക് വിൽപ്പനക്കാരനെ വേണ്ടി കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. ബിജുവിന്റെ അല്ല, ശശി എന്ന് പറഞ്ഞ വേറൊരു അവതാരകൻ ഇവിടെയുണ്ട്. ശശിയുടെ ഒരു ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ബുക്ക് വിൽപ്പനക്കാരനാണ്. എന്റെ കയ്യിൽ കിട്ടുന്ന അനേക ബുക്കുകളുണ്ട്. നിങ്ങൾക്ക് ഏതെടുത്താലും വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്നതാണ്. ചെറിയ ബുക്കിന് വെറും 4 ലക്ഷം രൂപ, വലിയ ബുക്കിന് വെറും 5 ലക്ഷം രൂപ. വലിയ ബുക്കിട്ടുള്ളൂ, അതാണ് ലാഭം. കാരണം കൂടുതൽ പേജുകളുണ്ട്. ഞാൻ ഈ ബുക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ശാന്തരാത്രിയുടെ ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമുക്ക് നോക്കാം. നല്ല സൗണ്ട് കുട്ടിയാനെ വായിച്ചോളൂ. യഹൂദ വിലപിച്ചു, അതിന്റെ വാതിലുകൾ ശൂന്യമായി നിലംപതിച്ചു. യെരൂശലേമിന്റെ നിലവിളി വർദ്ധിച്ചിരിക്കുന്നു. അവരുടെ പ്രമാണികൾ അടിമകളെ വെള്ളത്തിനായി പറഞ്ഞിരിക്കുന്നു. അവർ കിണർക്കരയിൽ എത്തി വെള്ളം കണ്ടില്ല. അവർ വെറും പാത്രങ്ങളുമായി തിരികെ പോകുന്നു. അവർ ലജ്ജിതരായി അപമാനിതരായി തല മൂടുന്നു.
പാട്ട് മത്സരത്തിൽ പാടാൻ പോയപ്പോൾ വയസ്സാണ് രചിച്ച് കഥ കൂപ്പി തിരിച്ചു വന്നു. എന്ത് പറയണം, ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുവാനാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബുക്ക് നിങ്ങൾ വായിച്ച് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പാട്ടിന് മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങി തിരിച്ചു വരാവുന്ന മതി. നമ്മുടെ ശശികുമാറിൽ നിന്ന് തിരിച്ചു വരാം. ഇപ്പൊ ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത, ഇന്ന് റിലീസായ പുതിയ പടം ദൂരി തേരെ പ്യാരിനെ അല്ലെങ്കിൽ കോരാ തേരെ പ്യാരിനെ എന്ന കരിമീന്റെ പടം ഇതാ റിലീസായിരിക്കുന്നു. ബോളിവുഡ് താരം ടോണിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ടോണി ബോളിവുഡിൽ അഭിനയിച്ച് നമ്മുടെ പള്ളിയിലെ ഒരു വളരെ നല്ലൊരു അഭിനേതാവാണ്. ടോണി ഈ സിനിമയിൽ കയറാൻ വേണ്ടി ഏതൊക്കെ ഡയറക്ടറും പ്രൊഡ്യൂസറിനെയും രാവും പകലും കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ടോണി നമുക്ക് വേണ്ടി സിനിമയിൽ കയറിയതിനെ കുറിച്ച് രണ്ടു വാക്കുകൾ പറയുകയായിരിക്കും. അതായത് ഞാൻ സിനിമയിൽ അഭിനയിച്ചത് നിർണായകമായ ഒരു സീനായിരുന്നു. ഇമ്രാൻ ഖാനും കരീന കപൂറും ഇങ്ങനെ നിർണായകമായ ഒരു സീനിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പുറകെ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പുറകിൽ നിന്നാണ് വരുന്നത്. ഞാനിങ്ങനെ മൊബൈൽ പുറത്തിട്ടിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നതിന്റെ പുറകിൽ കൂടെ ഇതാണ് ഭയങ്കര ട്വിസ്റ്റ് ഉള്ള ഒരു സീനാണ്. ഞാൻ മൊബൈലിൽ സംസാരിച്ചോണ്ട് നടന്നുപോയി. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് നിർണായകമെന്ന് ടോണി തന്നെ അവകാശപ്പെടുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. ടോണി, എന്തുകൊണ്ടാണ് ഇത് നിർണായകമെന്ന് ടോണി പറയുന്നത്? ഇമ്രാൻ ഖാനും കരീന കപൂറും അവരുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു ഡിസ്കഷൻ നടത്തുമ്പോഴാണ് ഞാൻ നടന്നുപോയത്. അതാണ് ഇത് നിർണായകമായ സീൻ എന്ന് പറഞ്ഞത്. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. വാർത്ത പിന്നെ വീണ്ടും നമ്മൾ തിരിച്ചു പോകുന്നു. ടോണിയുടെ വളരെ രംഗപ്രവേശനം നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഊർജസ്സും തേജസ്സൊക്കെ തരട്ടെ എന്ന് പറയുന്നു. ഇനിയിപ്പോ ടോണി അഭിനയിച്ച് എങ്ങനെ സിനിമയിൽ കയറിയതിനെ കുറിച്ച് രണ്ടു വാക്ക് പഠിക്കാം. ടോണി, എങ്ങനെ നമ്മുടെ മധ്യക്കര പള്ളിക്കാർക്ക് ഇപ്പൊ സിനിമയിൽ കയറണമെങ്കിൽ ടോണിയുടെ രണ്ടു ടിപ്സ് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അഭിനയിക്കാനുള്ള രണ്ട് ചെറിയ വഴികൾ ടോണി ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കണം എന്ന് ചോദിച്ചുള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ടും ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ നവരസങ്ങളാണ്. നവരസങ്ങൾ പഠിച്ചാൽ സിനിമയിൽ കയറാം. നവരസങ്ങൾ നിങ്ങൾക്കറിയോ? നവരസങ്ങൾ എത്ര എണ്ണമാണ്? 10, 9. അപ്പൊ നമ്മൾ ഒരു ആദ്യത്തെ നവരസം ശൃംഗാരം. എല്ലാം മൊബൈൽ പിടിച്ചായതുകൊണ്ട് നമ്മൾ എല്ലാം മൊബൈൽ വെർഷനിലായിരിക്കും. ശൃംഗാരം ഇൻ മൊബൈൽ സ്റ്റൈൽ. അടുത്തത് കോപം ഇൻ മൊബൈൽ സ്റ്റൈൽ. ചമ്മൽ ഇൻ മൊബൈൽ സ്റ്റൈൽ. ഇനി ഏതാ ഉള്ളത്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നവരസങ്ങൾ പറയാമോ? ഇനി നവരസങ്ങൾ നവരസം പറയാം. പുതിയൊരു നവരസമാണ് നിങ്ങൾ കണ്ടുപിടിച്ചു. 10ാമത്തെ നവരസം ഞാൻ കണ്ടുപിടിച്ചു. കൊച്ചു രസം. ഇനി ഇത് വളരെ നിർണായകമായ ന്യൂസ് ചാനലാണ്. ഞങ്ങൾക്ക് ഒത്തിരി അഡ്വർടൈസ്മെന്റ് കിട്ടി, പൈസ കിട്ടി. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഇപ്പൊ കാണുവാനില്ല. ഇത് പുതിയൊരു രംഗമാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. ഒരു ചെറിയൊരു ഇടത്ത് ടാപ്പ് മോഷണം പോയതായിട്ട് പുതിയ വിവരം കിട്ടിയിരിക്കുന്നു. അതായത് ഇൻസ്പെക്ടർ ഗൗഡ നമ്മൾക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. വിറ്റ്നസും ഇൻസ്പെക്ടറുമായിട്ട് നടക്കുന്ന ചെറിയൊരു സംവാദം ഞങ്ങളുടെ ബിനു എന്ന് പറഞ്ഞ സംവാദകൻ ഇവിടെ വന്ന് ഇത് കാണിക്കുകയാണ്. നിങ്ങൾ തത്സമയ ദൃശ്യത്തിലുണ്ട്. What is so sweet name? Sir, my name is Okay, chicken Malaysia. Constantly troubling me these days. Because firstly you are calling me multiple times. Tuesday if I am not picking a call, you are calling from different number. How can I able to understand this thing? Now what is your problem? Just one second. Hello, Mr. Constable. Tell me. Oh, is it? Can you able to give the phone to that fellow? Bloody rascal. Why are you drinking and driving, man? Oh, if I am coming there, I can able to do lathi charge on you. So stop drinking, okay? Why are you drinking and driving? Sir, I didn't drink and drive. Okay. Why are you troubling the ladies? Oh, sorry, you are the ladies. What is your problem? Sir, actually, some tap, no? Water tap. Oh, tap stolen. Okay, I know. Now, can you please able to show me the location if you don't mind? Sir,
25. Okay, 25 rupees. So, if you can able to put the full grill here, which is worth some 2 lakh rupees, you can able to save the tax. And also, if you can able to keep a security officer, you can also save the tax. These are my free advice. Now you will watch me walking in slow motion. ഇത് ഇൻസ്പെക്ടർ നമ്മളിൽ നിന്ന് പോകുകയാണ്. ഈ വളരെ സമ്മാനമായ ഈ രംഗങ്ങൾ നമുക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത ബിജുവിന് വേണ്ടി നമുക്ക് നന്ദി പറയുന്നു. അത് പുതിയതായിട്ട് ഇപ്പോൾ കിട്ടിയ വാർത്ത, അതായത് വാർത്ത അവസാനിക്കാൻ അരമണിക്കൂർ മുമ്പ് കിട്ടിയതാണ്. നമ്മൾ വാർത്ത 2 മിനിറ്റ് ഇങ്ങനെ നീട്ടുന്നതാണ്. കരോളിനെ കുറിച്ചുള്ള വാർത്തയാണ്. പത്രോസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കരോൾ ചെന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അത് നമ്മുടെ ഗൗഡ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇൻസ്പെക്ടറെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ഗാനം ആലപിക്കുകയാണ് കരോളിനെ കുറിച്ച്. ഓവർ ടു ജേക്കബ്. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. അടുത്ത വാർത്ത അടുത്ത വർഷം.